ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ മർദ്ദനങ്ങൾ തുടർക്കഥയാവുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മർദ്ദനത്തിനിരയായ 2 മലയാളി വിദ്യാർത്ഥികളാണ് എന്നോടൊപ്പം ഉള്ളത്. ഡൽഹി സർവകലാശാലയിലെ AISFന്റെ പ്രവർത്തകരാണ്. അമീലയും അതോടൊപ്പം തന്നെ മുഹസിനയുമാണുള്ളത്. ഈ 2 ആളുകളെയാണ് ഇന്നലെ സർവകലാശാലയുടെ നോമിനേഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായി സർവകലാശാലയിൽ എത്തിയപ്പോൾ അവരെ മർദ്ദിക്കുകയായിരുന്നു. അമീലയാണ് ഉള്ളത്. എന്താണ് ഇന്നലെ സർവകലാശാലയിൽ സംഭവിച്ചത്? സർവകലാശാല എന്താണ് പറയുന്നത്? ആക്ച്വലി ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റാണ്. 4 വർഷമായിട്ട് ഞാൻ അവിടെ പഠിക്കുകയാണ്. ഇന്നലെ എൻ്റെ നോമിനേഷൻ അക്സെപ്റ്റ് ആയിരുന്നു. ഐ എം കാൻഡിഡേറ്റ് ഫോർ ജോയിൻറ്റ് സെക്രട്ടറി പോസ്റ്റ് ഇൻ ഡുസു ഇലക്ഷൻ. ഞങ്ങളുടെ ഫോൺ കോൺഫിസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻഡോ കമ്മിറ്റിക്ക് എതിരായി പോയ പാർട്ടിക്കാരുടെ വീഡിയോസ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഈ തെളിവ് ഉള്ളത് കൊണ്ട് ഫോൺ കോൺഫിസ്റ്റിക്കേറ്റ് ചെയ്തു അവർ. ഞങ്ങൾ സംസാരിക്കുവാനായിട്ട് ഡെലിഗേഷനെ വിളിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ പെർമിഷൻ ഇല്ലാതെ പോവുകയോ ഒന്നുമല്ലായിരുന്നു. ഞങ്ങൾ വിളിച്ചു വരുത്തുകയും അതിനുശേഷം അവരുടെ സെക്യൂരിറ്റി ഒഫീഷ്യൽ ഹരാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം. അവർ ഹരാസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ചോദിക്കാൻ തുടങ്ങി, പെൺകുട്ടിയെ ഇങ്ങനെ പറയാൻ പാടുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻചാർജ് പുറത്തോട്ട് ഇറങ്ങി വരികയും എല്ലാവരെയും അടിക്കാനും എല്ലാവരെയും നിലത്തിടാനും പറഞ്ഞ് അവർ കൃത്യമായി നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഫോൺ അവരുടെ കയ്യിലുണ്ടായിരുന്നത് തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ അവർ ഉന്തിയിടുകയും ചെയ്തു. പിന്നീട് ഈ ഞങ്ങൾ അടിക്കാൻ പറഞ്ഞ സാറിനോട് ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾ അടിക്കുന്നത്? ഇത് ഡെമോക്രസി ആണോ? ഇതൊരു സ്റ്റുഡൻറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ ഇങ്ങനെയാണോ വേണ്ടത്? ഓട്ടോക്രസി ആണോ വേണ്ടത്? സംഘീയ അഡ്മിനിസ്ട്രേഷൻ്റെ ഓട്ടോക്രസിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്ത എന്നെ മോസിനെയും കൂടിയിട്ട് 8 പേരാണ് ഒരു സ്ത്രീയെ പിടിക്കാനുണ്ടായിരുന്നു. 8 പേര് കൂടിയിട്ടാണ് ഒരു സ്ത്രീയെ പിടിച്ച് നിലത്തിടുന്നത്. ഇതാണോ ഡെമോക്രസി? ഇതാണോ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യൻസ് പറയുന്നത് സ്ത്രീ ലക്ഷ്മിയാണെന്നാണ്. എന്നിട്ട് ഇതാണോ ഒരു സ്ത്രീയെ ചെയ്യേണ്ടത്? ലക്ഷ്മിയായി കാണുന്ന ഒരു സ്ത്രീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അവർക്കെതിരെ വോയിസ് ഉയർത്തരുതെന്ന് 2 ദിവസമായി എന്നെ അവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. നീ ഒരു സ്ത്രീയാണ്, നീ ഒരു മാനിനെതിരെ ഐ ആം എ മാൻ, യു ആർ എ വുമൻ, യു ഷുഡൻറ്റ് റേസ് യുവർ വോയിസ് അഗെയിൻസ്റ്റ് മീ. ഇതായിരുന്നു അവരുടെ നിലപാട്. നമ്മൾ എവിടെയും ചെന്ന് നമ്മൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ കൃത്യമായി പെർമിഷൻ എടുത്ത് നമ്മുടെ റൈറ്റാണ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർ തടയുന്നതും നമ്മൾ സൈലൻസ് ചെയ്യാനായിട്ട് 2 ദിവസമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോമിനേഷൻ റിജക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്തെങ്കിലും സർവകലാശാല? വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റിൻ്റെ ഒരു നോമിനേഷൻ അവർ ക്യാൻസൽ ചെയ്തു. 3 നോമിനേഷൻ, ഞങ്ങൾ 4 നോമിനേഷനായിട്ട് പോയത്. 3 നോമിനേഷൻ ബാക്കി NSUI ABVP കീറിക്കളയുകയാണ് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിൻ്റെ കൂടെ ഒരാളെ വെച്ചിട്ട് അകത്ത് പോകാമെന്ന് പറഞ്ഞു. ബാക്കി കാൻഡിഡേറ്റ്സിൻ്റെ കൂടെ 10-20 പേരാണ് ഒരു കാൻഡിഡേറ്റിൻ്റെ കൂടെ. അവിടെ നോമിനേഷൻ വെക്കാനായിട്ട് അങ്ങനെ ഒരു 60-80 പേര് വന്നിട്ടുണ്ടാവും. അത്രയും പേരുടെ കൂടെ 300-ലധികം ആൾക്കാരാണ് നോമിനേഷൻ കീറിക്കളയാൻ നിൽക്കുന്നത്. അവർ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓടി രക്ഷപ്പെടുകയാണ്. ഒരു നോമിനേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട്, ഒരു യൂണിവേഴ്സിറ്റിയിൽ നോമിനേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ജീവനും കൊണ്ട് ഓടി അകത്ത് കയറുമ്പോൾ അവിടെ കീറാനായിട്ട് ആൾക്കാർ വേറെ നിൽക്കുകയാണ്. നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് വലിച്ചു കീറാനായിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. ഇതെല്ലാം തരണം ചെയ്ത് ഞങ്ങളുടെ നോമിനേഷൻ ഒരെണ്ണം ക്യാൻസലായി പോയത്. അത് അവർ പറയുന്നത് 3rd ഇയർ സ്റ്റുഡൻറ്റിന് ഡുസു ഇലക്ഷൻ മത്സരിക്കാൻ പറ്റില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ ഞങ്ങളുടെ പാനലിൽ നിന്നായാലും ബാക്കിയുള്ള NSUI ABVP SFI ISA പാനലിൽ നിന്നായാലും 3rd ഇയറിലെ സ്റ്റുഡൻസ് അവർ കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ തെളിവുകളെല്ലാം വെച്ച് നിരത്തുകയും ചെയ്തു. അപ്പോൾ അവർ ഗ്രീവിയൻസ് സെല്ലിലോട്ട് പോകും. ഗ്രീവിയൻസ് സെല്ല് പറയും എലക്ഷൻ കമ്മീഷനിലോട്ട് പോകും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. NSUവിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. സത്യത്തിൽ NSUവിന് എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാന പ്രശ്നം? യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കോമൺ ആയിട്ട് വളരെ അനീതി ചെയ്യുന്ന അല്ലെങ്കിൽ വയലൻസ് കൊണ്ടുവരുന്ന ABVPക്കെതിരെയാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത്. ഇവിടെ ABVPയോടൊപ്പം തന്നെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് NSUI കൂടിയാണ്. ABVPയെ വീണ്ടും അവരുടെ ഐഡിയോളജി വാസ് ബിൽഡ് ഓൺ ഹെയ്റ്റ്, പെട്രിയാർക്കി, സോ വി അണ്ടർസ്റ്റാൻഡ്. പക്ഷേ NSUയുടെ ഐഡിയോളജി ബിൽഡ് ചെയ്യുന്നത് അങ്ങനെയല്ല. അവരുടെ നേതൃത്വം സംസാരിക്കുന്നതും ഗുരുതരമായി അവർ ABVPയും BJPയും അവർ അറ്റാക്ക് ചെയ്യുന്ന പോയിന്റുകളും ഇതേ സെയിം പോയിന്റുകളാണ്.
നമ്മളുടെ എല്ലാവരുടെയും ഒരേ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവർ ചെയ്യുന്ന വയലൻസിനെതിരെയും ഇവർ ചെയ്യുന്ന ആൻറ്റി മൂവ്മെൻറ്റ് ആൻറ്റി ഫാസിസത്തിനെതിരെയും നമ്മൾ ഒച്ച ഉയർത്തുന്നു. ഇതേ ഫാസിസം ഇത് ഹിപ്പോക്രസി അല്ലേ? ഇതേ ഫാസിസം NSUI ഇത് കണ്ടംപ്റ്റ് ചെയ്യുകയും അതിനൊപ്പം തന്നെ ഇത് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നതും. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതും NSUIയുടെ ഭാഗത്തു നിന്നാണ്. കഴിഞ്ഞ ഇലക്ഷന് 2024-25 ഇലക്ഷന് ഞങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് വൈസ് പ്രസിഡന്റ് ഇതേ പോസ്റ്റിൽ തന്നെ ഞങ്ങൾ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റായി മത്സരിപ്പിച്ച മുഹമ്മദ് അക്രത്തിൻ്റെയും നോമിനേഷൻ ക്യാൻസൽ ചെയ്തത്. ഇപ്പോഴും അത് എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യപ്പെട്ടതെന്ന് ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ടുള്ള നിലപാടുകളില്ല. പ്രിൻസിപ്പളിൻ്റെ സിഗ്നേച്ചർ ഇല്ല. ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തതാണ്. പ്രിൻസിപ്പളുടെ സിഗ്നേച്ചർ സീലെല്ലാം കൃത്യമുള്ള ആ നോമിനേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടു. അതേസമയം ഇതേ ഇലക്ഷൻ ഇതേ പോസ്റ്റിൽ തന്നെ മത്സരിക്കുന്ന മാലിക് സഫറിൻ്റെയും ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ കാൻഡിഡേറ്റുകളുടെ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ദിശയുടെയും മറ്റ് ഇതര സംഘടനകളുടെ നോമിനേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ASAയുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്ന വിദ്രോഹിയുടെ നോമിനേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ മാത്രം നോമിനേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നു? ബാക്കിയുള്ള ഒരു കാൻഡിഡേറ്റ് പോലും കൃത്യമായിട്ടുള്ള ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടല്ല നോമിനേഷൻ ഫയൽ ചെയ്യുന്നത്. അവർക്ക് കൈയോടുകൂടി മാലയിട്ട് സ്വീകരിക്കുന്നതും അവരെ കൊണ്ടു നിർത്തി ഒപ്പിടുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ജി സർ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ. ലോകേഷ് ചൗധരി ഇന്നലെ ഞങ്ങൾ ഗ്രീവൻസ് സെല്ലിൽ നിൽക്കുമ്പോൾ ലോകേഷ് ചൗധരി ഞങ്ങൾ അഭയാർത്ഥികളെ പോലെ ഗ്രീവൻസ് സെല്ലിൽ ഇരുന്ന് പല കോണുകളിലും ഇരുന്ന് ഇലക്ഷൻ കമ്മീഷനെ സംസാരിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ കയറി വരുന്ന ലോകേഷ് ചൗധരിക്ക് നമസ്കാരം എന്ന് പറയുന്ന ഗ്രീവൻസ് സെല്ലാണ് അവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾ NSUIയെ കുറിച്ച് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഇതേ ലോകേഷ് ചൗധരി NSUIയുടെ കാൻഡിഡേറ്റായി മത്സരിച്ചതാണ് ജോയിന്റ് സെക്രട്ടറി പോസ്റ്റിൽ. ഈ ഡൽഹി യൂണിവേഴ്സിറ്റി അധികൃതർക്ക് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? ഒരു വിഭാഗത്തെ മാത്രം എടുക്കുക, മറ്റു വിഭാഗങ്ങളെല്ലാം പുറന്തള്ളുന്നൊരു സമീപനമുണ്ടോ? തീർച്ചയായും. അതുകൊണ്ടാണല്ലോ നോമിനേഷൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ നോമിനേഷൻ കീറിക്കളയുന്നതിനെതിരെ വരാത്തത്, നോമിനേഷൻ ക്യാൻസൽ ചെയ്യാത്തത്. ഇത്രയും അക്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇലക്ഷൻ ഹോൾഡിൽ വെക്കാത്തത്? മറ്റ് നോമിനേഷൻ കീറിക്കളഞ്ഞ വിദ്യാർത്ഥികൾക്ക് സ്പേസ് കൊടുക്കാത്തത്, അവർക്ക് സമയം കൊടുക്കാത്തത്, നോമിനേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അത് അവരുടെ കൃത്യമായ രാഷ്ട്രീയ നിലപാടല്ലേ? ഞങ്ങളെ അഡ്രസ്സ് ചെയ്യാനോ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സംസാരം കേൾക്കാനോ പരാതി വാങ്ങിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ കൊടുക്കുന്ന വീഡിയോ കാണാൻ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുള്ള ആളുകൾ തന്നെയാണ് തലപ്പത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ കട്ട് ഇമേജ് ആണല്ലോ, പിക്ചർ അതാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും പിന്തുണക്കുക? നിലവിലത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പാനലിൽ പ്രസിഡന്റ്, AIDSOടെ AISFൻ്റെയും പാനലിൽ പ്രസിഡന്റ്, ജോയിൻറ്റ് സെക്രട്ടറി കാൻഡിഡേറ്റുകളുണ്ട്. VP പോസ്റ്റിലെയാണ് ഞങ്ങളുടെ നോമിനേഷൻ തള്ളിപ്പോകുന്നത്. അത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളുടെ സോളിഡാരിറ്റി ഒരു സംഘടനയ്ക്കൊപ്പവുമില്ല. ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാതെ അതിനെതിരെ സംസാരിക്കാത്ത ഒരു സംഘടനയ്ക്കും സോളിഡാരിറ്റി ഇല്ല.